السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. വാഹത്തുൽ ഇൽമിൻ്റെ ഡിബേറ്റ് വിത്ത് ഓഡിയൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക്, അതിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എഴുതി കിട്ടിയിട്ടുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ബഹുമാന്യനായ ഉസ്താദ് നമുക്ക് മറുപടി നൽകുന്നത്. ആമുഖം നീട്ടുന്നില്ല, ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സഹോദരി എഴുതി ചോദിച്ച ചോദ്യമാണ്. അവരുടെ കയ്യിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി അല്പം സ്വർണമുണ്ട്. അതവർ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ട് അവർ അതിൻ്റെ സക്കാത്ത് നൽകുകയോ മറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതവർക്ക് ഒരു കുറ്റകരമായി തീരുമോ എന്നൊരു പേടി അവർക്കുണ്ട്. എന്നാൽ രണ്ടാമത് അവർ ചോദിക്കുന്നത്, അവർ ഒരു ബിസിനസ്സിൽ ഷെയർ ചെയ്തിരുന്നു. ആ ബിസിനസ് പൊളിഞ്ഞുപോയി. അതിൻ്റെ ആളുകൾ അവർക്ക് അതിൻ്റെ 40% മാത്രമാണ് നൽകിയിട്ടുള്ളത്. 60% അതിൻ്റെ ഓഹരി അവർക്ക് കിട്ടാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവർ ചോദിക്കുന്നത്, ആ 60% ഈ സക്കാത്തിലേക്ക് പരിഗണിക്കുമോ എന്നാണ്. അവർക്ക് സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കുന്നതിലേക്ക് അവർക്ക് കിട്ടാനുള്ള ഈ പണം അതായി പരിഗണിക്കുമോ എന്നൊരു ചോദ്യമാണ് അവർക്ക് ചോദിക്കാനുണ്ട്. എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം പ്രധാനമായും 2 ഭാഗങ്ങളാണ് ആ ചോദ്യത്തിനുള്ളത്. അതിലൊന്നാമത്തത്, 20 വർഷത്തോളം അവർ സ്വർണത്തിന് സക്കാത്ത് കൊടുത്തിട്ടില്ല, അത് ലോക്കറിലുണ്ട്, അതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയുണ്ടാകുമോ എന്നാണ് ചോദ്യം. അവിടെ നമുക്ക് പറയാനുള്ളത്, സക്കാത്ത് നൽകുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഒരു ഹൗല് തികഞ്ഞാൽ നിർബന്ധ ബാധ്യതയാണ്. ആരെങ്കിലും മനഃപൂർവ്വം സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ ആണ് അവർ സക്കാത്ത് കൊടുക്കാതിരുന്നതെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഈ 20 വർഷത്തോളം സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ ലാഭമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, സക്കാത്ത് കൊടുക്കാൻ മാത്രം പര്യാപ്തമായ സ്വർണമാണ് അവരുടെ കൈകളിൽ ഉള്ളതെങ്കിൽ അവർ ഈ 20 വർഷത്തെ സക്കാത്ത് ഖളാ വീട്ടണം. ഓരോ വർഷത്തിലേതും അവർ വീട്ടേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഇനി അവർ കുറ്റക്കാരായിത്തീരും. ഇതുവരെ ഉള്ളത് ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അവർ തൗബ ചെയ്യണം, ആത്മാർത്ഥമായി അവർ തൗബ ചെയ്യണം. അതേപോലെ തന്നെ ഈ 20 വർഷത്തെ സക്കാത്ത് കണക്കാക്കി അവർ അത് ഖളാ വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടിന് മറുപടിയായി നൽകാനുള്ളത്. അതോടൊപ്പം ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, സക്കാത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. ധാരാളം ആളുകൾ ഇതേപോലെ ബാങ്കിൽ പണമുള്ളവരുണ്ട്, സ്വർണമുള്ളവരുണ്ട്, സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും പാടില്ല. ഓരോ ചന്ദ്രവർഷം പൂർത്തിയാകുമ്പോഴും ഒരു നിസാബ് തികഞ്ഞ സ്വർണമോ വെള്ളിയോ കറൻസിയോ അതിൻ്റെ മേലൊരു അറബി വർഷം പൂർത്തിയായാൽ അവർ അതിൻ്റെ നിശ്ചിത ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം, അവർ ഒരു ബിസിനസ്സിൽ ഷെയർ ചേർന്നു, ബിസിനസ് പൊളിഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾ കൊടുത്ത പൈസ 40% തിരിച്ചു തന്നിട്ടുള്ളൂ, 60% അവർ തന്നിട്ടില്ല എന്നാണ്. അവിടെ തന്നെ നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിലെ ഒരു ബിസിനസ്സിൻ്റെ മര്യാദ പ്രകാരം നമ്മളെല്ലാവരും ഒരു ബിസിനസ്സിൽ ചേർന്നാൽ ബിസിനസ് പൊളിഞ്ഞാൽ അതെല്ലാവർക്കും ബാധകമാണ്. ഒരു ടീം മാത്രം നഷ്ടം സഹിക്കുകയും മറ്റു ടീം അവരിറക്കിയ മുഴുവൻ പൈസയും അവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നൊരു രീതി ഇസ്ലാമിലില്ല. ലാഭമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്തെടുക്കുന്നു,
നഷ്ടമാണെങ്കിൽ അതെല്ലാവരും സഹിക്കണം. അത് മറ്റൊരു മേഖലയാണ്, വേറെ സന്ദർഭങ്ങളിൽ സംസാരിക്കേണ്ടതുമാണ്. എന്നാലും സൂചിപ്പിച്ചു എന്ന് മാത്രം. അതേ സന്ദർഭത്തിൽ നാം കൊടുക്കാനുള്ള സക്കാത്തിൽ നിന്ന് അത് കിഴിക്കാൻ പാടില്ലാത്തതാണ്. മറിച്ച് സക്കാത്ത് വേറെ തന്നെയാണ്. അത് ഓരോ വർഷവും ഒരു നിസാബ് ഉള്ള ധനത്തിൽ സക്കാത്തിൻ്റെ സന്ദർഭമായി കഴിഞ്ഞാൽ, സമയമായി കഴിഞ്ഞാൽ അത് ഫക്കീറുകൾക്ക് കൊടുക്കുക തന്നെ വേണം. അത് വേറെയാണ്. അതൊരിക്കലും തന്നെ നമുക്ക് കിട്ടാനുള്ള ഒരു പൈസയെ കണക്കാക്കിയിട്ട് കുറയ്ക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഈ പണം ഇവിടെ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട പണം അവിടെയുണ്ട്, അതിൽ നിന്ന് കൊടുക്കൽ നിർബന്ധമാണ്. സമാനമായി പറയാനുള്ളത്, പല ആളുകളും പലർക്കും കടം കൊടുത്തിട്ടുണ്ടാകും. വർഷങ്ങളോളമായി ഒരുപക്ഷെ ആ കടം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ആ കടം ഈ വർഷത്തെ സക്കാത്തിൽ കണക്കാക്കിയിട്ട് വിട്ടുകൊടുക്കട്ടെ എന്ന്. അത് പാടില്ലാത്തതാണ്. കാരണം ഈ വർഷം നാം സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട പണത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തേ മതിയാകൂ. അത് വേറെയാണ്. നമുക്ക് കിട്ടാനുള്ള പണത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക, കിഴിക്കുക, സക്കാത്തിൽ നിന്ന് കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി പറയാനുള്ളത്, ഒന്ന്, അവർ 20 വർഷത്തെ സക്കാത്ത് കൊടുത്ത് വീട്ടണം. രണ്ടാമത്തത്, ലഭിക്കാനുള്ള ഈ 60% എന്ന് പറഞ്ഞത് അവർ തമ്മിലുള്ള കരാർ അപ്രകാരമാണ് എന്നറിയില്ല. അതിനെ ഇതിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം ഒരു ബിസിനസ് പൊളിഞ്ഞാൽ എല്ലാവരും ആ നഷ്ടം സഹിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കച്ചവട മര്യാദ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ളതാണ് അടുത്ത ഒരു സഹോദരൻ്റെ മറ്റൊരു ചോദ്യം. അതായത്, കടമുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണോ എന്നതാണ് ചോദ്യം. മാഷാ അല്ലാ, ബാറക്കല്ലാ. കടമുള്ളവർ അഥവാ കടം കൊടുക്കാനുണ്ട്, അവർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം കടം വീട്ടാനുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സക്കാത്തിന് അർഹതപ്പെട്ട പണം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള പണമില്ല. അവർ കടം വീട്ടിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിയപ്പോൾ അവരുടെ കയ്യിൽ പണമില്ലാതെയായി. ഇത്തരമൊരു സാഹചര്യമാണെങ്കിൽ അവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ ഒരാളുടെ കയ്യിൽ ഒരു നിശ്ചിത ധനം, അത് സ്വർണമായിട്ടോ വെള്ളിയായിട്ടോ കറൻസി ആയിട്ടോ അവരുടെ കയ്യിലുണ്ട്, കടം വീട്ടാൻ അത് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഹൗല് തികഞ്ഞു, സക്കാത്തിൻ്റെ സമയമായി, അപ്പോൾ എനിക്ക് കടമുണ്ട് എന്നതിൻ്റെ പേരിൽ സക്കാത്ത് കൊടുക്കാതിരിക്കാൻ പാടുണ്ടോ? അത് പാടില്ലാത്തതാണ്. അവർ സക്കാത്ത് കൊടുക്കണം. അവർക്ക് കടമുണ്ട്, അത് വീട്ടാനുള്ള സമയം മറ്റ് സന്ദർഭങ്ങളാണെങ്കിൽ, ഇവരുടെ കയ്യിലുള്ള ഈ പണം ഒരു ഹൗല് തികഞ്ഞതാണെങ്കിൽ അവർ അതിൽ നിന്ന് സക്കാത്ത് കൊടുത്തേ മതിയാകൂ. ഇല്ല എങ്കിൽ അവർ നേരത്തെ തന്നെ കടം അതിൽ നിന്ന് കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും അവരുടെ കയ്യിൽ പണമുണ്ട്, അതിൽ ഹൗല് തികഞ്ഞിട്ടുണ്ട്, പക്ഷേ ആർക്കോ എപ്പോഴോ വീട്ടാൻ എനിക്ക് പൈസ കൊടുക്കാനുണ്ടല്ലോ എന്നതിൻ്റെ പേരിൽ സക്കാത്ത് കൊടുക്കാതിരിക്കൽ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് അവർ സക്കാത്ത് കൊടുക്കണം. മറിച്ച് കടമുള്ളവർ ചെയ്യേണ്ടത് എന്താണ്? അവർ വളരെ പെട്ടെന്ന് ആ കടം വീട്ടുകയാണ് വേണ്ടത്. ഇതിനോട് സമാനമായി പറയാനുള്ളത്, കച്ചവടക്കാരായ ആളുകൾ, അവരുടെ കച്ചവട വസ്തുക്കൾ അവിടെ ഉണ്ടാകും, അവർ പലർക്കും പൈസ കൊടുക്കാനുണ്ടാകും, അത് ശരിയാണ്. പക്ഷേ ഈ കച്ചവട വസ്തുക്കളുടെ മേൽ ഒരു ഹൗല് തികഞ്ഞാൽ, ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റോക്ക് എടുത്ത് എത്രയാണോ ഉള്ളത് അതിൻ്റെ 2.5% അവർ സക്കാത്ത് കൊടുക്കണം. അവർ കൊടുക്കാനുണ്ട്, അതല്ലെങ്കിൽ പണം കിട്ടാനുണ്ട് എന്നുള്ളത് ഒരു വിഷയമല്ല. അവരുടെ കയ്യിൽ അറ്റ് ദി പ്രസൻറ്റിൽ പണമില്ലെങ്കിൽ അവർ ആ കണക്കെങ്കിലും അവിടെ എഴുതി വെച്ചിട്ട് പിന്നീട് വീട്ടണം. കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട് എന്നുള്ളത് ഒരിക്കലും സക്കാത്ത് കൊടുക്കാതിരിക്കാനുള്ള ന്യായമല്ല എന്ന് മനസ്സിലാക്കുക. കൈകളിൽ തീരെ കൊടുക്കാനില്ലെങ്കിൽ അവർക്കത് എഴുതി വെക്കാം, എന്നിട്ട് അവരെന്ത് ചെയ്യട്ടെ, അത് വീടേണ്ടതുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് കടമുണ്ട് എന്നതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നൊന്നില്ല. കടം വീട്ടിയപ്പോൾ പണം കയ്യിലില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് മാത്രം. കൃത്യമായി അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, ഇപ്പോൾ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ ദിക്റുകൾ ചൊല്ലി, പ്രഭാത ദിക്റുകൾ ചൊല്ലി പള്ളിയിൽ ഇരുന്ന് സൂര്യോദയം കഴിഞ്ഞ് 10-20 മിനിറ്റിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പിരിഞ്ഞാൽ അവർക്കൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്. ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുക എന്നത് അത് ളുഹാ നിസ്കാരത്തിന് പകരമാണോ, അതല്ല അത് ളുഹാ നിസ്കാരമാണോ? അതിന് ഇഷ്റാഖ് നമസ്കാരം എന്ന പേരുണ്ട്, അത് ളുഹാ നിസ്കാരവുമായിട്ട് ബന്ധമില്ലേ എന്നൊരു സംശയം. ഓക്കെ, മാഷാ അല്ലാ. ചോദ്യത്തിൻ്റെ ആകത്തുക ഇതാണ്.
ഇഷ്റാഖ് നമസ്കാരവും ളുഹാ നമസ്കാരവും ഒന്നാണോ, അതല്ല വ്യത്യാസമുണ്ടോ എന്നാണ്. അവിടെ സൂചിപ്പിക്കാനുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇഷ്റാഖ് നമസ്കാരം എന്ന ഒരു പ്രത്യേക നമസ്കാരമില്ല. അത് ളുഹാ നമസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ്. അതിൻ്റെ അവ്വല് വഖ്ത് അഥവാ സൂര്യൻ ഉദിച്ച് ഈ പറഞ്ഞ രൂപത്തിൽ 15 മിനിറ്റോ 20 മിനിറ്റോ കഴിയുന്ന ആ ഒരു സന്ദർഭം, യഥാർത്ഥത്തിൽ അത് ഷുറൂഖിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ളുഹാ നമസ്കാരം ഷുറൂഖിൻ്റെ സമയത്ത് നിർവഹിക്കുന്നത് കൊണ്ട് ആ സമയത്തിലേക്ക് ചേർത്ത് അതിന് വേറൊരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ രാത്രി നമസ്കാരത്തിന് ഖിയാമുൽ ലൈലെന്നും തഹജ്ജുദ് എന്നും, ഇനി അത് റമളാനിലാണെങ്കിൽ ഖിയാമു റമളാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരേ നമസ്കാരത്തിന് അതിൻ്റെ സമയവും കാലവും പരിഗണിച്ച് വേറെ പേര് നൽകുന്നു എന്ന് മാത്രം. എന്നതുപോലെ ളുഹാ നമസ്കാരം ഷുറൂഖിൻ്റെ അടുത്തുള്ള ആ സന്ദർഭത്തിൽ നിർവഹിക്കുമ്പോൾ അതിന് ഇഷ്റാഖിൻ്റെ നമസ്കാരം എന്ന് പേരുണ്ട് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അത് ളുഹാ നമസ്കാരം തന്നെയാണ്. രണ്ടും രണ്ട് നമസ്കാരങ്ങളല്ല. പിന്നെ ഈ നമസ്കാരം പ്രത്യേകം സ്മരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഒരാൾ പള്ളിയിൽ ദിക്ർ ചൊല്ലിയും മറ്റും ഇരുന്ന് അതിനുശേഷം ഈ 2 റക്അത്ത് ളുഹാ കൂടി നമസ്കരിച്ചിട്ടാണ് പള്ളിയിൽ നിന്ന് പിരിയുന്നതെങ്കിൽ അപ്പോൾ ഒരു ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് ധാരാളം റിവായത്തുകളിൽ വരികയും പല പണ്ഡിതന്മാരും അത് സ്വീകാര്യയോഗ്യമായ റിവായത്തുകളാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ചില ഉലമാക്കളെങ്കിലും ഈ 2 റക്അത്ത് നമസ്കരിച്ചതിനല്ല ആ പ്രതിഫലം, മറിച്ച് തുലൂഉ വരെ പള്ളിയിൽ ഇരുന്നതിനാണ് ഈ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ഇവിടെ സൂചിപ്പിക്കാനുള്ളത് 2 നമസ്കാരവും ഒന്ന് തന്നെയാണ്. സമയം പരിഗണിച്ച് 2 പേര് നൽകി എന്ന് മാത്രം. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അടുത്ത ചോദ്യം ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കളുടെ, പ്രത്യേകിച്ച് മാതാക്കളുടെ സംശയമാണ്. അതായത് അവർ ഉളു എടുത്ത് വരുന്ന സന്ദർഭത്തിലൊക്കെ പലപ്പോഴും കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളുടെ ഉളു എടുത്ത് വരുന്ന സന്ദർഭത്തിൽ കുട്ടികളുടെ മലവും മൂത്രവും ഒക്കെ അവരുടെ ശരീരത്തിലായാൽ അത് അവരുടെ ഉളുവിനെ ബാധിക്കുമോ, ഉളു മുറിച്ച് കളയുമോ എന്നതാണ് സംശയം. അതെ, ധാരാളം സ്ത്രീകൾ മാത്രമല്ല ഉപ്പമാരായ ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുട്ടികളുടെ മൂത്രമോ കാഷ്ടമോ ഒക്കെ കൈകളിലായി കഴിഞ്ഞാൽ അത് വുളുവിനെ മുറിച്ച് കളയുമോ എന്ന്. നാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാനം മനസ്സിലാക്കണം. നജസ് ഒരിക്കലും സ്പർശിക്കുക, ശരീരത്തിലാവുക എന്നത് വുളുവിനെ മുറിച്ച് കളയുന്ന കാര്യമേ അല്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ ശരീരത്തിൽ നജസ്സായാൽ അത് വുളുവിനെ മുറിച്ച് കളയുകയില്ല. നമ്മൾ ആ ഭാഗം കഴുകി വൃത്തിയാക്കണം, നജസ്സിനെ നമ്മൾ നീക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും അത് അവരുടെ വുളുവിനെ മുറിച്ച് കളയുന്നതല്ല. നജസ് അവർ വൃത്തിയാക്കിയതിന് ശേഷം അവർ നമസ്കരിക്കട്ടെ, പ്രത്യേകം വുളു എടുക്കേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം, പല സ്ത്രീകളും ആർത്തവ സമയത്ത് അവരുടെ തലയിൽ നിന്നൊക്കെ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ അത് വലിയ അശുദ്ധിയുടെ ഒരു സമയമല്ലേ എന്ന് പരിഗണിച്ചിട്ട് ആ മുടിയെ അവർ ഒഴിവാക്കി കളയാതെ സൂക്ഷിച്ചു വെക്കും. ആ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായതിന് ശേഷം മാത്രമാണ് അവർ അവരുടെ മുടിയെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ ചെയ്യുന്നത്, ഒഴിവാക്കി കളയുകയോ ചെയ്യുന്നത്. ഇതിന് വല്ല അസിലുണ്ടോ? ഇങ്ങനെ വല്ല അടിസ്ഥാനം ഇസ്ലാമിൽ കാര്യത്തിനുണ്ടോ? മാഷാ അല്ലാ, ധാരാളം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണിത്. ആർത്തവ സമയത്ത് ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന മുടികൾ, ആ മുടികൾ പ്രത്യേകം എടുത്തു വെക്കുക, പ്രത്യേകിച്ചും തലയിൽ നിന്ന് വരുന്ന മുടികൾ അത് എടുത്തു വെക്കുക, ആർത്തവം കഴിഞ്ഞാൽ അത് കുഴിച്ചു മൂടുക. ഇതൊന്നും ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു പ്രാമാണിക പിൻബലവുമില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിയുടെ ഭാര്യമാരുണ്ട്, നബിയുടെ മക്കളുണ്ട്, സ്വഹാബ വനിതകളുണ്ട്. അപ്പോൾ ആർത്തവം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ മാസവും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ നിലക്ക് മുടി എടുത്തു വെച്ച് സൂക്ഷിച്ച് കുഴിച്ചു മൂടേണ്ടതായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കത് പറഞ്ഞു കൊടുക്കാതിരിക്കുകയില്ല. സ്വഹാബ വനിതകൾക്കിടയിൽ അത് മഷ്ഹൂറാവാതിരിക്കുകയില്ല. നബിയിൽ നിന്ന് ഒരു ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. സ്വഹാബ വനിതകൾ ആരും തന്നെ, അല്ലെങ്കിൽ സ്വഹാബികൾ ആരും തന്നെ അത്തരം ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേയില്ല. അതിനോട് അനുബന്ധമായി പറയട്ടെ, പല ആളുകളും ആർത്തവ സമയത്ത് മുടി വെട്ടാൻ പാടുണ്ടോ, നഖം വെട്ടാൻ പാടുണ്ടോ, ഇത് പുരുഷന്മാരായ ആളുകൾക്കും ഈ ഒരു വസ്വാസമുണ്ട്. ജനാപത്തുകാരായി കഴിഞ്ഞാൽ നഖം നീക്കം ചെയ്യാമോ, മുടി വെട്ടാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു വിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടില്ല.
മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തവ സന്ദർഭങ്ങളിലൊക്കെ മുടിയൊക്കെ ചീകി ഒതുക്കാനൊക്കെ പറയാറുണ്ട്. സ്വാഭാവികമായും ആ സമയത്ത് മുടി പോകും, ആ മുടി എടുത്തു വെച്ച് കുഴിച്ചു മൂടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആർത്തവകാരിയാണ്, ഇപ്പോൾ മുടി ചീകരുത്, മുടി നഷ്ടപ്പെട്ടു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നബിയോ സഹാബികളോ പഠിപ്പിക്കാത്ത ഈ ഉമ്മത്തിലെ അഇമ്മത്തുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഫുഖഹാക്കളാരും പ്രമാണബദ്ധമായി ചർച്ച ചെയ്യാത്ത ചില കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലൊക്കെ പലരും ഉണ്ടാക്കി തീർത്ത ചില കാര്യങ്ങളാണിത്. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. മതം വളരെ എളുപ്പമാണ് എന്ന് സഹോദരികൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതായത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വസ്വാസുകളാണ് അതെ മതത്തെ അവർക്ക് സങ്കീർണമാക്കി തീർക്കുന്നത്. അതെ അതെ ആ സങ്കീർണത നമ്മൾ ഒഴിവാക്കുക. അടുത്ത ചോദ്യം, സുജൂദിൽ, നിസ്കാരത്തിലെ സുജൂദിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധാരാളമായി പ്രാർത്ഥിക്കാൻ ഉള്ള അവസരമാണ്, ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള അവസരവുമാണ്. പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായൊരു സംശയം, റസൂലുള്ളാഹിൻ്റെ പേരിൽ സുജൂദിൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമുക്ക് സുജൂദിൽ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പാടുണ്ടോ? അവിടെ നമുക്ക് പറയാനുള്ള ഉത്തരം, ആദ്യം ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളമായി ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ അമ്മ സുജൂദു ഫഅക്സിറു ഫീഹി ദുആ, സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കൂ. എങ്കിൽ ആ ദുആയുടെ ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള ദുആ. നമുക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. എങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യാൻ പാടില്ല എന്നൊരു വിലക്കില്ല. നമുക്ക് ദുആ ചെയ്യാമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാമെങ്കിൽ, നാം അതിനേക്കാളെല്ലാം ഇഷ്ടപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്യാം. ആ ദുആയിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സ്വലാത്ത്. അതുകൊണ്ട് സുജൂദിൽ സ്വലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കാം, ഒരു വിരോധവുമില്ല, സ്വലാത്ത് ചൊല്ലാം. എന്നാൽ ചില ആളുകൾ ധരിച്ചു വെച്ചൊരു കാര്യമുണ്ട്, പൊതുവേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങണമല്ലോ. അങ്ങനെയാണെങ്കിൽ സുജൂദിൽ ഹംദും സ്വലാത്തും കൊണ്ടാണോ മറ്റു ദുആകൾ തുടങ്ങേണ്ടത്? ആ നിലക്ക് ചില ആളുകൾ ഇതിനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യണം എന്ന ഒരു നിബന്ധനയില്ല. കാരണം ദുആ രണ്ട് വിധമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത്. ഒന്ന് മുത്തലഖനായിട്ടുള്ള ദുആ, നമുക്കിഷ്ടമുള്ള ഏത് സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക. അതേത് സമയത്തുമാകാം. അത് പ്രത്യേകിച്ചും രാത്രിയുടെ അവസാനയാമത്തിലാണെങ്കിൽ കൂടുതൽ ഖൈർ, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലാണെങ്കിൽ കൂടുതൽ ഖൈർ, നോമ്പുകാരാണെങ്കിൽ കൂടുതൽ ഖൈർ, യാത്രയിലാണെങ്കിൽ കൂടുതൽ ഖൈർ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകം അവിടെ ദുആ ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് ഹംദും സ്വലാത്തും. പ്രത്യേകിച്ച് നമസ്കാരത്തിലെ തശഹുദിൽ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാനായിട്ടുള്ള ഭാഗമാണ്. അവിടെ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമസ്കാരത്തിൽ ഹംദും സ്വലാത്തും വരുന്നുണ്ട്. അതാണ് അത്തഹിയാത്ത്, അത് കഴിഞ്ഞ ഇബ്രാഹിമിയ സ്വലാത്ത്, പിന്നെയാണ് ദുആ. അപ്പോൾ ഇങ്ങനെ മുത്തലഖനായ സന്ദർഭങ്ങളിലാണ് ഹംദും സ്വലാത്തും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യൽ മുസ്തഹബായിട്ടുള്ളത്. എന്നാൽ അതല്ലാതെ മുഖയ്യദായ ചില പ്രത്യേക സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. അവിടെ നമ്മൾ സ്വലാത്ത് കൊണ്ട് തുടങ്ങേണ്ടതില്ല. ഉദാഹരണത്തിന് നമ്മൾ ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയും. അവിടെ ഹംദും സ്വലാത്തും പറഞ്ഞിട്ടാണോ ഈ ദുആ ചെയ്യേണ്ടത്? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ഒരുപാട് ദുആകൾ നബിയുടേത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, സ്വഹാബത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ എവിടെയും അള്ളാഹുവിൻ്റെ റസൂൽ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങിയിട്ടാണ് സുജൂദിൽ ദുആ ചെയ്തത് എന്ന് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോൾ, വസ്ത്രമഴിച്ചു വെക്കുമ്പോൾ, ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ദുആ ചെയ്യാം. അവിടെ ഹംദിൻ്റെയും സ്വലാത്തിൻ്റെയും ആവശ്യമില്ല. സമാനമായ നിലക്കാണ് സുജൂദിൽ സ്വലാത്ത് വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതെങ്കിൽ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. എന്നാൽ നബിയുടെ പേരിൽ നമ്മൾ മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നബിയുടെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന ഒരു നിയ്യത്തിലാണെങ്കിൽ അൽഹംദുലില്ലാ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയൊരു സാഹചര്യം തന്നെയാണ് സുജൂദ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അടുത്തൊരു ചോദ്യം, റമദാനിൽ ഉംറ നിർവഹിക്കുമ്പോൾ അത് ഫർദായ ഹജ്ജിന് പകരമാകുമോ, തത്തുല്യമായ കൂലി കിട്ടുമോ എന്നൊരു സംശയം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. എന്ന് പറഞ്ഞാൽ
സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ആരെങ്കിലും റമളാൻ മാസത്തിൽ ഒരു ഉംറ ചെയ്താൽ അത് ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം അതിനുണ്ട്. മറ്റൊരു റിവായത്തിലുള്ളത് നബിയുടെ കൂടെ ഒരു ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി റമളാനിൽ ഒരു ഉംറ ചെയ്തവർക്ക് ഹജ്ജ് നിർബന്ധമാണോ, ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ? കാരണം അവർക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടിക്കഴിഞ്ഞല്ലോ. ഇതാണ് ചോദ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാന തത്വം അതിൽ മനസ്സിലാക്കണം. ബാധ്യത അഥവാ വാജിബുകളും ഫർളുകളുമായ കാര്യങ്ങൾ അത് നിർവഹിച്ചുകൊണ്ട് തന്നെ വീടേണ്ടതാണ്. എന്നാൽ ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നല്ലാതെ ആ വാജിബ് വീടുകയില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽസ്വഭാവിയായ ഒരാൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നവനെ പോലെയും പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നവനെ പോലെയുമാണ്. അപ്പോൾ ഒരാൾ റമളാനിൽ വന്നിട്ട് പറയാണ്, എനിക്ക് നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ സൽസ്വഭാവിയാണ്. അങ്ങനെ നല്ല സ്വഭാവത്തോടു കൂടി ഞാൻ നിന്നാൽ അയാൾക്ക് റമളാനിലെ നോമ്പിനത് പകരമാവുമോ? പകരമാവുകയില്ല. റമളാനിലെ നോമ്പ് അത് നമ്മൾ നോറ്റ് തന്നെ വീടേണ്ടതാണ്. എന്നാൽ സൽസ്വഭാവിയായ ഒരാൾക്ക് നോമ്പുകാരൻ്റെ പ്രതിഫലം കിട്ടുക എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എന്നതുപോലെ റമളാനിൽ ഉംറ ചെയ്താൽ അതിനൊരു ഹജ്ജിൻ്റെ കൂലി എന്നത് പ്രതിഫലമായി അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. എന്നാൽ നമ്മുടെ മേൽ ബാധ്യതയായ ഒരു ഹജ്ജുണ്ട്. അത് ഹജ്ജ് ചെയ്ത് തന്നെ, കഴിവുള്ള ആളുകളാണെങ്കിൽ അത് ഹജ്ജ് ചെയ്ത് തന്നെ വീട്ടേണ്ടതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാറക്കല്ലാഹു ഫീക്. രണ്ട് സംശയമാണ്. അടുത്തത് ഒന്ന്, കഫം നജസാണോ എന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിനിടക്ക് ഈ കഫമൊക്കെ മുറിഞ്ഞു വരുന്നൊരവസ്ഥ ഉണ്ട്, വായിലേക്ക് വരും. ഇതെന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഇങ്ങനെ രണ്ട് ചോദ്യം. മാഷാ അല്ലാ. ഒന്നാമത്തെ ചോദ്യം കഫം നജസാണോ എന്നതാണ്. അതിൻ്റെ ഉത്തരം നജസല്ല എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമസ്കാരത്തിൽ, ഇത് രണ്ടാമത്തെ ചോദ്യവുമായി റിലേറ്റഡ് ആണ്, അതിൽ നിന്ന് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവുമുണ്ട്. നമസ്കാരത്തിൽ കഫം വന്നാൽ എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യം നബിയുടെ അടുക്കൽ ഉയരുകയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിൽ അങ്ങനെ കഫം വന്നാൽ നിങ്ങളുടെ ഇടത് കാലിൻ്റെ ചുവട്ടിലേക്ക് തുപ്പുകയും എന്നിട്ട് കാലുകൊണ്ട് അതിനെ മണ്ണിലോ മറ്റോ ഉരച്ച് കളയുകയും ചെയ്യുക. അപ്പോൾ തുപ്പിക്കളയാനാണ് പറഞ്ഞത്, അത് ഇടത് കാലിൻ്റെ അടിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഫം നജസായിരുന്നെങ്കിൽ നമസ്കരിക്കുന്ന ഒരാളോട് കാലുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത് ഒന്നുകൂടി ശക്തമാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ, ഒരുപക്ഷെ തൊട്ടടുത്ത ആളുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ്. ഫതഫല ഫീ സൗബിഹി വമസഹ ബഅദഹു അലാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വസ്ത്രത്തിലേക്ക് തുപ്പി കാണിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കഫത്തെ വസ്ത്രം കൊണ്ട് ഉരച്ച് ഇല്ലാതാക്കി കളയുക. നജസായിരുന്നെങ്കിൽ, നമുക്കറിയാം നമസ്കരിക്കുന്ന ഒരാളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് ഉണ്ടാവാൻ പാടില്ല. കഫം നജസായിരുന്നെങ്കിൽ അത് വസ്ത്രത്തിലേക്ക് തുപ്പിയിട്ട് ഉരച്ച് കളയാൻ നമസ്കരിക്കുന്ന ഒരാളോട് ആര് പറയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാഖുണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല. കഫം ഒരിക്കലും എന്തല്ല, നജസല്ല. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തെളിവ് പിടിച്ചതിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി. അങ്ങനെ കഫം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഇതേപോലെ തുപ്പിക്കളയുകയാണ് വേണ്ടത്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഫം എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അത് നജസല്ല എന്നതുകൊണ്ട് അത് വൃത്തികേടല്ല എന്നർത്ഥമില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വയറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വിഴുങ്ങാൻ പാടില്ല. ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിലെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾ വിഴുങ്ങിക്കോളൂ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. നമസ്കാരത്തിൽ പോലും തുപ്പി ഒഴിവാക്കാനോ വസ്ത്രത്തിലേക്ക് തുപ്പാനോ പറഞ്ഞതിൽ നിന്ന് കഫം വളരെ അപകടകരമായ ഒരു സംഭവമാണ്, അതിനെ വിഴുങ്ങാതിരിക്കണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ അതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഉത്തരം പറയട്ടെ. ഒരാൾ നമസ്കാരത്തിൽ കഫം വിഴുങ്ങി എന്ന് വിചാരിക്കുക, അയാൾ വിഴുങ്ങി, അത് അയാളുടെ നമസ്കാരത്തെ ബാത്തിലാക്കുമോ? ബാത്തിലാക്കുകയില്ല എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം തിന്നുകയോ കുടിക്കുകയോ നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കഫം വിഴുങ്ങൽ അതിൽ പെടുമോ? ഒരിക്കലുമില്ല. കാരണം കഫം ഒരു ഭക്ഷണ പദാർത്ഥമല്ല, അത് വിഴുങ്ങുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ള നിലക്കുമല്ല. അതുകൊണ്ട് തന്നെ
നമസ്കാരത്തെ അത് ബാധിക്കുകയില്ല. എന്നാൽ നോമ്പുകാരൻ മനഃപൂർവ്വം വായിൽ വന്ന കഫം ഇറക്കിയാൽ അത് അയാളുടെ നോമ്പിനെ മുറിച്ച് കളയുന്നതാണ്. എന്നാൽ നമസ്കാരത്തെ അത് മുറിച്ച് കളയുകയില്ല എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. പരമാവധി കഫം നമ്മൾ നമസ്കാരത്തിലാണെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ, ഇന്ന് നമുക്കറിയാം ടിഷ്യൂകളൊക്കെ വ്യാപകമായിട്ടുണ്ട്, നാം തന്നെ ഒരു ടവലെപ്പോഴും കരുതുന്നത് നല്ലതാണ്. ആ നിലക്കൊക്കെ കഫത്തെ ഒഴിവാക്കലാണ് ഖൈറായിട്ടുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അടുത്ത ചോദ്യം, ഇപ്പോൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നിസ്കരിക്കുമ്പോൾ നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ളവൻ നിന്ന് തന്നെ നിസ്കരിക്കണം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ചില വിഭാഗം ആളുകൾ അവർ സുന്നത്ത് നമസ്കാരങ്ങൾ നിൽക്കാൻ കഴിവുള്ളവരായിരിക്കെ തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നത് കാണാം. അവരെന്താ അതൊരു വലിയൊരു കർമ്മമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ശരിയായ ഒരു ഹുക്കം എന്താണ്? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്ന് നമസ്കരിക്കാമോ? നിൽക്കാൻ കഴിവുള്ള ആളുകൾ പോലും ഇരുന്ന് നമസ്കരിക്കുന്നു. എന്താണ് അതിൻ്റെ ഹുക്കുമ്? അതിൻ്റെ ഉത്തരം രണ്ട് നിലക്കാണ്. ഒന്ന്, നമസ്കരിക്കാമോ എന്ന അനുവാദമാണെങ്കിൽ നമസ്കരിക്കാമെന്നാണ് ഉത്തരം. കഴിവുള്ളവൻ നിൽക്കൽ ഷർത്തായിട്ടുള്ളത് ഫർള് നമസ്കാരത്തിൽ മാത്രമാണ്. എന്നാൽ ഒരാൾക്ക് ഇരുന്നു കൊണ്ട് രാത്രി നമസ്കാരം ഒരാൾക്ക് ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം. മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം. ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ളവർ സുജൂദ് ചെയ്യുമ്പോൾ അത് കൃത്യമായി സുജൂദ് നിലത്ത് തന്നെ ചെയ്യണം. ആംഗ്യം കാണിക്കാൻ പാടില്ല. അത് സുജൂദ് നിലത്ത് തന്നെ ചെയ്യണം. അല്ലാത്ത നിലക്ക് അവർക്ക് നിലത്തിരുന്നു കൊണ്ട്, കസേരയിലിരിക്കുന്നതിനേക്കാൾ നിലത്തിരുന്നു കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാം. കസേരയിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ഖൈർ നിലത്തിരുന്ന് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കലാണ്. അത് അനുവദനീയമാണ്. പക്ഷേ ശ്രേഷ്ഠമായത് നിന്ന് തന്നെ നമസ്കരിക്കലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരുന്ന് നമസ്കരിക്കുന്നവർക്ക് നിന്ന് നമസ്കരിക്കുന്നവനേക്കാൾ പകുതി പ്രതിഫലമേ ഉള്ളൂ. അപ്പോൾ കഴിവുള്ളവർ എന്തിനാണത് നഷ്ടപ്പെടുത്തുന്നത്? പല ആളുകളും തന്നെ സുന്നത്ത് നമസ്കാരം, ചില നാടുകളിലുള്ള ആളുകൾ പ്രത്യേകം അങ്ങനെ ചെയ്യുന്നത് കാണാം. സുന്നത്ത് നമസ്കാരം ഒരിക്കലും അവർ നിന്ന് നമസ്കരിക്കുന്നത് കാണുന്നില്ല, ഇരുന്ന് തന്നെയാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് സൂചന നൽകിയതുപോലെ അതൊരു വലിയ ഫളലുള്ള കാര്യമൊന്നുമല്ല, മറിച്ച് പകുതി പ്രതിഫലം നഷ്ടപ്പെടുന്നുണ്ട് അവിടെ. എന്തിനാണ് വെറുതെ ആ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് കഴിവുള്ള ആളുകൾ സുന്നത്ത് നമസ്കാരമാണെങ്കിലും നിന്ന് തന്നെ നമസ്കരിക്കട്ടെ. പക്ഷേ ഒരാൾ ഇരുന്ന് നമസ്കരിച്ചാൽ അത് അനുവദനീയമാണ്, ജായിസാണ്. ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്കെങ്കിലും അത് വേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അവസാന കാലഘട്ടത്തിൽ രാത്രി നമസ്കാരം അധികവും ഇരുന്നായിരുന്നു നമസ്കരിച്ചിരുന്നത് എന്നാണ്, നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. എന്നാൽ സുദീർഘമായി രാത്രി നമസ്കരിക്കുകയും ചെയ്യാം. പല ആളുകൾക്കും അവ്യക്തമായൊരു വിഷയം കൂടിയാണത്. രാത്രി കുറേ നമസ്കരിക്കാൻ നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് രാത്രി നമസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ട്. അവിടങ്ങളിൽ നമുക്കിത് വളരെയധികം ഉപകാരപ്പെടും. കാരണം നിൽക്കേണ്ടതില്ല, ഇരുന്ന് നമസ്കരിച്ചാലും അതിന് പ്രതിഫലമുണ്ട്. എന്നാൽ പകുതിയെ ലഭിക്കുമെന്ന് മാത്രം. പക്ഷേ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ ആ ഒരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും, പകുതിയാണെങ്കിലും. അപ്പോൾ ഇക്കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ജസാക്കല്ലാഹു ഖൈറ. മറ്റൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്ന പല ആളുകളുടെയും ഒരു ദുഃഖമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് അവർ ലോൺ എടുത്തിട്ടുണ്ട്, അത് കുറ്റകരമാണ് എന്ന് അവർക്ക് ബോധ്യവുമുണ്ട്. അപ്പോൾ അവരുടെ സംശയം, ഇത് ഞങ്ങളുടെ ഇബാദത്തുകളെ ബാധിക്കുമോ, അത് അസ്വീകാര്യമാക്കി കളയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, ഈ ചോദ്യം ഞാൻ പല ആളുകളും ചോദിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ നമുക്കറിയാം, പലിശയുമായി ബന്ധപ്പെട്ട് സാധാരണ നിലക്ക് കടം വാങ്ങലും കൊടുക്കലും ഒരു വിഷയമല്ല. ഇവിടെ ലോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ പലിശക്കൊക്കെ ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പലിശ വലിയ കുറ്റകൃത്യമാണ്. നൽകുന്ന ആളുകളും വാങ്ങുന്നവരും എല്ലാവർക്കും അതിൻ്റേതായ ശിക്ഷയുടെ ഓഹരി ഉണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറയാനുള്ളത്, അവരുടെ മറ്റു ഇബാദത്തുകളുടെ സ്വഹത്തിനെ, സ്വീകാര്യതയെ ഇത് ബാധിക്കുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾ കള്ളു കുടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഉപമ പറയാണ്. കള്ളു കുടിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷെ ഒരാൾ കള്ളു കുടിച്ചു എന്നതുകൊണ്ട് അയാളുടെ മറ്റു ഇബാദത്തുകൾ ബാത്തിലായി പോകുമോ? ഇല്ല. അത് ശിർക്കും കുഫറും സംഭവിക്കുമ്പോഴേ ഇബാദത്തുകൾ ബാത്തിലായി പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഷർത്തോ ഫർളോ നഷ്ടപ്പെടുത്തിയാലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലോൺ എടുത്തു എന്നുള്ളതും അത് മറ്റൊരു വിഷയമാണ്. അതൊരിക്കലും അവരുടെ ഇബാദത്തുകളെ ബാധിക്കുന്നില്ല.
അവരുടെ നമസ്കാരങ്ങളെയോ നോമ്പിനെയോ അത് ബാധിക്കുകയില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന്, പലപ്പോഴും ചിലരെങ്കിലും വളരെ നിർബന്ധിതാവസ്ഥയിൽ എടുത്തതായിരിക്കാം, അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങട്ടെ, തൗബ ചെയ്യട്ടെ, എത്രയും പെട്ടെന്ന് ആ ലോണ് അടച്ചു തീർക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ സ്വീകരിക്കട്ടെ. സാധിക്കുന്ന ആളുകൾ അതേപോലെയുള്ള ആളുകളെ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. മാഷാ അല്ലാഹ്. അടുത്ത ചോദ്യം ഒരു രക്ഷിതാവിൻ്റെ ചോദ്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് ഒരു മകളുണ്ടായിരുന്നു, ബുദ്ധിമാന്യമുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഒരു 15 വയസ്സെത്തുന്നതിൻ്റെ ഏതാണ്ട് ഒരാഴ്ചകൾക്ക് മുമ്പായിട്ട് ആ കുട്ടി മരണപ്പെട്ടു. അപ്പോൾ അവരുടെ സംശയം ഇതാണ്, ഇങ്ങനെ ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് നാളെ പരലോകത്ത് ഹിസാബുണ്ടോ? അള്ളാഹിൻ്റെ ചോദ്യം ചെയ്യലിന് അവർ വിധേയമാണോ? അതേപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ സംശയം, ഈ കുട്ടികൾ മുഖേന പരലോകത്ത് ഈ രക്ഷിതാക്കൾക്ക് വല്ല ഖൈറുമുണ്ടോ, ഉപകാരം ലഭിക്കുമോ എന്നുള്ളതാണ്. ആദ്യമേ പറയട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതൊക്കെ അവനുള്ളതാണ്, അതൊക്കെ അവൻ തിരിച്ചെടുക്കും. എല്ലാവർക്കും ഒരു നിശ്ചിത അവധി മാത്രമേ ഇവിടെ ഉള്ളൂ. നാം ക്ഷമിക്കുക, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക. ധാരാളം ആളുകൾക്ക് അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകി അവരെ ആദരിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഖൈറായത് അള്ളാഹു പകരം നൽകട്ടെ. അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ഇവിടെ ചോദ്യത്തിൽ 2 മേഖലയുണ്ട്. അതിലൊന്ന്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്തു, അവർക്ക് ഹിസാബുണ്ടോ എന്നുള്ളതാണ്. അവിടെ 15 വയസ്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് ഡിബേറ്റ് വിത്ത് ഓഡിയൻസിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നു, ഒരാളുടെ പ്രായപൂർത്തിയെ കാണിക്കുന്നത് 15 വയസ്സ് എന്ന ഒരു അക്കം മാത്രമല്ല, അതല്ലാതെ തന്നെ ഒരു പെൺകുട്ടിക്ക് മെൻസസ് ആയി കഴിഞ്ഞാൽ അവൾക്ക് പ്രായപൂർത്തിയായി. അതൊരു പക്ഷേ 11ാമത്തെ വയസ്സിലാവാം, 12ലാവാം, 15 തന്നെ ആവണമെന്നില്ല. മെൻസസ് ആയി കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി. അതേപോലെ തന്നെ പ്രൈവറ്റ് ഭാഗങ്ങളിലൊക്കെ വലിയ ആളുകൾക്ക് വരുന്നത് പോലെയുള്ള രോമങ്ങൾ വന്നു കഴിഞ്ഞാലും അവർക്ക് പ്രായപൂർത്തിയായി. അതേപോലെ തന്നെ സ്ഖലനം സംഭവിച്ചാൽ, സ്ത്രീകൾക്ക് അവരുടേതായ രൂപത്തിലും പുരുഷന്മാർക്ക് അവരുടേതായ രൂപത്തിലും സ്ഖലനം സംഭവിക്കുന്നു, സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നു, അത് വികാരത്തോടു കൂടിയും മറ്റുമാണെങ്കിൽ അപ്പോഴും അത് പ്രായപൂർത്തിയുടെ അടയാളമാണ്. അതുകൊണ്ട് 15 വയസ്സ് മാത്രമാണ് പ്രായപൂർത്തിയുടെ അടയാളം എന്ന തെറ്റിദ്ധാരണ നീക്കണം. എന്നാൽ ഇവിടുത്തെ കേസിൽ ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത് ബുദ്ധിമാന്ദ്യമുണ്ട് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശറഇന്റെ നിയമങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ബാധകമല്ല. അവർ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാണ് മരണപ്പെട്ടതെങ്കിൽ ഇൻഷാ അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ, അത് വിശ്വാസികളുടെ കുട്ടികളാണെങ്കിൽ, മുസ്ലിമീങ്ങളുടെ കുട്ടികളാണെങ്കിൽ അവർ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതുകൊണ്ട് ആ നിലക്ക് നമുക്ക് സമാധാനിക്കാനുള്ള വലിയൊരു വകുപ്പുണ്ട്. രണ്ടാമത്തത്, ബുദ്ധിമാന്ദ്യമുള്ളവരാണെങ്കിലും ഇഹലോകത്ത് വെച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മജ്നൂനുകളായ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവരുടെ കർമ്മങ്ങൾ മലക്കുകൾ രേഖപ്പെടുത്തൂല. കാരണം അവർക്ക് കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. ഹലാല്, ഹറാമ്, ഫർള്, സുന്നത്ത്, ഇതിനൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതല്ല. എന്നാൽ ഇത്തരം ആളുകൾക്ക് പരലോകത്ത് വെച്ച് വേറൊരു ടെസ്റ്റ് ഉണ്ടാകുമെന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അത് 4 വിഭാഗം ആളുകൾക്ക് പരലോകത്ത് വെച്ച് ഒരു ടെസ്റ്റ് ഉണ്ടാകും. നമ്മൾ ദുനിയാവിൽ തന്നെ ഉണ്ടല്ലോ, മെയിൻ പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്ക് മറ്റൊരവസരം എന്നതുപോലെ ഖിയാമത്ത് നാളിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ച വിഡ്ഢികളായ ആളുകൾക്ക്, അതേപോലെ തന്നെ വാർദ്ധക്യം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇസ്ലാം ഒരാളിലേക്ക് എത്തിയത്, അയാൾക്കത് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരുപാട് കാലം പ്രവാചകന്മാർ വരാത്ത ഒരു സമൂഹത്തിന് സത്യം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ തീരെ ചെവി കേൾക്കാത്ത ആളുകൾ, ബധിരന്മാരായ, അവർക്ക് അമ്പിയാക്കൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് അള്ളാഹുവിനോട് വാദിക്കുമെന്നാണ്. ഞങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടായില്ല. അപ്പോൾ അവിടെ ഒരു വലിയ അഗ്നിയെ കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് പ്രവേശിക്കാൻ പറയും. അതാണ് അവർക്കുള്ള ടെസ്റ്റ്. വലിയൊരു ഒരു തീ ആയിരിക്കും. സ്വാഭാവികമായും അവിടെ അള്ളാഹു ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇംതിഹാൻ ചെയ്യുന്നത്,
അള്ളാഹു പറയുന്നത് അനുസരിക്കാൻ ഇവർ തയ്യാറുണ്ടോ, എത്ര പ്രയാസം എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയതും അനുസരിക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. പ്രത്യേകിച്ചും ഇത്രയും കടുത്തൊരു പരീക്ഷണം ഉണ്ടാവാനുള്ള കാരണം ഖിയാമത്ത് നാളിൽ ഇതെല്ലാം കണ്ടു അവർ. ഇതെല്ലാ ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥയും കണ്ടതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, അതനുസരിക്കാൻ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു നോക്കും. ആ തീയിൽ, അത് തീയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവർ പരീക്ഷയിൽ തോറ്റു. എന്നാൽ തീയാണെങ്കിലും ഇതെല്ലാം കണ്ടു, സത്യമാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് എൻ്റെ റബ്ബിനെ അനുസരിക്കലാണ് ഖൈറെന്ന് മനസ്സിലാക്കി ആരെങ്കിലും ആ തീയിലേക്ക് നടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഥാർത്ഥത്തിൽ അത് തണുപ്പാണ്, അത് തീയല്ല, അതിന് ചൂടില്ല, ഒന്നുമില്ല, അത് തണുപ്പും ആശ്വാസവുമാണത്. അത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ഒരു അടയാളം മാത്രമാണത്. അള്ളാഹു പരീക്ഷിക്കുകയാണത്. അവർ അനുസരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ. ഏതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് മകനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു, ശ്രമകരമാണത്. പക്ഷെ ആ കത്തിയെടുത്ത് കഴുത്തിലേക്ക് വെക്കാൻ നേരം അള്ളാഹു പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ടതില്ല. എന്നതുപോലെ തീയെ അള്ളാഹു മറ്റൊരു സ്വഭാവമാക്കും. ഖുൽന യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലേ. ഇബ്രാഹിം നബിക്ക് അതെന്തായി മാറി? തണുപ്പായി മാറി, സലാമായി മാറി. എന്നതുപോലെ ഈ തീയെ അള്ളാഹു അനുസരിക്കുന്നവർക്ക് മാറ്റി കൊടുക്കും. ഇങ്ങനെ ഒരു ടെസ്റ്റ് പരലോകത്തുണ്ട്. അപ്പോൾ അതിൽ വിജയിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ, പ്രായപൂർത്തിയായവരാണെങ്കിലും അവർക്ക് സ്വർഗമുണ്ട്. അതാണ് ആ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത് ആ ഉമ്മ ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനെ മരണപ്പെട്ട മക്കൾ കാരണം മാതാപിതാക്കൾക്ക് നേട്ടമുണ്ടോ, ഖൈറുണ്ടോ എന്നാണ്. തീർച്ചയായും ഉണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഖുദ്സിയായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രിയപ്പെട്ടവരെ ഞാൻ മരിപ്പിച്ചാൽ അവർ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളോ ഇണകളോ മാതാപിതാക്കളോ മരണപ്പെട്ടാൽ ക്ഷമിക്കുക, സ്വർഗമാണ് പ്രതിഫലമായിട്ടുള്ളത്. ഇനി മക്കൾ മരണപ്പെട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് തന്നെ സ്വർഗത്തിൽ അവർക്ക് പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. മാത്രമല്ല, ഒരു പെൺകുട്ടിയെ പോറ്റി വളർത്തി അവർ മരണപ്പെട്ടാൽ നരകത്തിൽ നിന്ന് ഒരു സംരക്ഷണമായ ആ പെൺകുട്ടികൾ ഈ മാതാപിതാക്കൾക്ക് നിൽക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൗഹീദ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകം ആ ചോദ്യത്തിന് ഉത്തരമായി. അൽഹംദുലില്ലാഹ്. അടുത്ത ചോദ്യം, ഇത് അവസാനത്തെ ചോദ്യമാണ്. പല സ്ത്രീകൾക്കുമുള്ള സംശയമാണ്. അവർ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഖത്തം തീർക്കാൻ വേണ്ടി ദീർഘമായിട്ടൊരു ഖുർആൻ ഓതും. അത്തരം സന്ദർഭങ്ങളിൽ അവർ വീട്ടിലെ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നിട്ടാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ പൂർണ്ണമായ നിലക്ക് ശരീരം മുഴുവൻ ഔറത്തൊക്കെ ഒരു ഇബാദത്തിന് നിസ്കാരത്തിനൊക്കെ നിൽക്കുന്നത് പോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല. ആ രൂപത്തിലായിരിക്കും അവർ ഖുർആൻ ഓതുന്നത്. അപ്പോൾ ഇങ്ങനെ ഖുർആൻ ഓതൽ അവർക്ക് അനുവദനീയമാണോ എന്നതാണ് സംശയം. ഓക്കെ, മാഷാ അല്ലാഹ്. എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം പല സന്ദർഭങ്ങളിലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഈ വിഷയത്തിൽ ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ചോദ്യം ആവർത്തിച്ചു വന്നതിനാൽ ഒന്നുകൂടി അതിന് ഉത്തരം പറയുകയാണ്. ഇവിടെ പലരും ചോദിക്കാറുള്ളത്, ഖുർആൻ ഓതുമ്പോൾ സ്ത്രീകൾ തല മറയ്ക്കേണ്ടതുണ്ടോ, മുൻകൈ വരെ മറയ്ക്കേണ്ടതുണ്ടോ, അതേപോലെ തന്നെ കാലു പാദം വരെ മറയ്ക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ ഉള്ളതുപോലുള്ളൊരു ഹിജാബ് ധരിച്ച് അവർ ഖുർആൻ ഓതേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരം, അങ്ങനെ ഒരു നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരത്തിൽ മാത്രമാണ് മുഖവും മുൻകൈ ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖുർആനിൻ്റെ ഖിറാഅത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിക്കും. കാരണം ഖുർആൻ പാരായണം ധാരാളമായി ചെയ്യുന്നവരായിരുന്നു നബിയുടെ ഭാര്യമാരും സ്വഹാബ വനിതകളുമൊക്കെ. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യത്തിൽ ഇതാ തലമറയ്ക്കണം, അതേപോലെ തന്നെയുള്ള വസ്ത്രങ്ങൾ പൂർണ്ണമായും ധരിക്കണം, എന്നാലേ നിങ്ങളുടെ തിലാവത്ത് ശരിയാകൂ എന്നൊരിക്കൽ പോലും ഒരു സൂചന കൊണ്ടുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ സഹോദരിമാർ പ്രയാസപ്പെടേണ്ടതില്ല. വീടുകളിൽ വെച്ച് ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യൽ ജായിസാണ്. തല മറയ്ക്കണം എന്നൊരു നിബന്ധനയില്ല. എന്നാലും മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കാനും ഖുർആനിനോടും അതിൻ്റെ പാരായണത്തോടുമുള്ള ഒരു മര്യാദ പാലിക്കാനും അവർ തയ്യാറാവണം. ആ നിലക്ക് തലമറച്ചുകൊണ്ടും മറ്റുമാണ് അവർ പാരായണം ചെയ്യുന്നതെങ്കിൽ അത് അഫ്ളലാണ്, ശ്രേഷ്ഠകരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.
ഉളുവോടുകൂടി അതിൻ്റേതായ അതവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ ഹൈറായ കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഒരിക്കലും തലമറയ്ക്കൽ ഒരു നിർബന്ധമല്ല, അന്യപുരുഷന്മാരൊന്നും ഇല്ലെങ്കിൽ. ഇതാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഇനിയും ധാരാളം ചോദ്യങ്ങൾ പല സുഹൃത്തുക്കളും എഴുതി ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. ഇവിടെ നൽകിയിട്ടുള്ള ഉത്തരങ്ങൾ എല്ലാവരും സശ്രദ്ധം കേൾക്കുകയും അത് വളരെ പ്രമാണബദ്ധമായി തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്തുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇത് ശ്രവിച്ചിട്ടില്ലാത്ത ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ നിലക്ക് ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ ആമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.